ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ 90-91 ദിവസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു എവിക്ഷൻ്റെ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാരണം സിജോ എവിക്റ്റായി എന്നുള്ളൊരു ന്യൂസാണ്. ഇന്നലത്തെ വോട്ടിംഗ് ലിസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സിജോ എവിക്റ്റായി, നോറ എവിക്റ്റായി എന്നൊക്കെയുള്ള ന്യൂസുകളാണ്. അപ്പോൾ നോറയുടെ കാര്യം നമുക്ക് ഒരു തരത്തിൽ സർപ്രൈസിംഗ് ആണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നോറ ഓൾറഡി കഴിഞ്ഞ വീക്ക് പ്രേക്ഷകർ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ട് ബിഗ് ബോസിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പ്രകാരം അകത്തോട്ട് തിരിച്ചു വിട്ടു, ഒരാഴ്ച ഓടിച്ചു എന്നുള്ളൊരു രീതിയിലാണ് നോറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൗസിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത ആഴ്ച പോകാനുള്ളതാണ്. പ്രേക്ഷകരായ നമ്മൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം നോറയുടെ ഒരു ഗെയിം പ്ലേ അതായിരുന്നല്ലോ. വളരെ ബോറിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇറക്കി ഡേ 1 മുതൽ ഇന്ന് വരെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് ഒരേ ഗ്രാഫിൽ പോയൊരു കണ്ടസ്റ്റൻ്റാണ് നോറ. അപ്പോൾ നോറയുടെ എവിക്ഷൻ എന്തായാലും സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ സർപ്രൈസിംഗ് ആയത് സിജോയുടെ എവിക്ഷനാണ്. കാരണം ടോപ്പ് 5 ഒരുപാട് ഫാൻസ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടൊരു ക്യാരക്ടറാണ് സിജോ. അപ്പോൾ സിജോയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസിംഗ് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വളരെയധികം ഹൈപ്പ് കിട്ടിയ അതോട്ട് തിരിച്ചു കയറി വന്നൊരു ക്യാരക്ടറാണ് സിജോ ഇതുപോലെ വിറ്റായി പുറത്ത് പോകുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഹൗസിൽ വളരെ ലാഗ് അടിച്ച് പോയിക്കൊണ്ടിരുന്നത് ഈ ഗബ്രി കോംബോ, ജാസ്മിൻ ഗബ്രി കോംബോ വളരെ ബോറിംഗ് ആയി ലൈവും കാര്യങ്ങളെല്ലാം എപ്പിസോഡും വെറുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകിയിരുന്ന ഒരു ആളാണ്. സിജോ പുറത്തുണ്ട്, സിജോ തിരിച്ചു വരും, സിജോ ഗെയിം ചേഞ്ച് ചെയ്യും. അങ്ങനെ അതായത് ഈ ലൈവ് ബോറിംഗ് ആകുമ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷ നൽകിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സിജോ വന്ന് തകർക്കും. കാരണം സിജോ എന്നൊരു ക്യാരക്ടർ ഏതാണ് പുള്ളിയുടെ ഗെയിം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ സിജോ ഹൗസിൽ നിന്ന് ഇതുപോലെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്ത് പോകുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സിജോ എന്ന ക്യാരക്ടറിൻ്റെ ഒരു പവർ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. പുള്ളി അതിൻ്റെ അകത്ത് വന്ന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയില്ലാത്തൊരു ടൈമിൽ പുള്ളിക്ക് നാച്ചുറലി ഭയങ്കര ഒരു ഹൈപ്പ് കയറി. പുള്ളി വരും, പുള്ളി അതിൽ ഗെയിം ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ അതായത് ഓവർ ഹൈപ്പഡായി തന്നെ പറയണം. അതുപോലെ തന്നെ കാട്ടുതീയായിട്ട് തിരിച്ച് അതോട്ട് കയറിയിട്ട് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും, അതായത് പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷനൊപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോയുടെ പ്രതീക്ഷ ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു. പിന്നീടും ഫാൻസുകാരാണ് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ഇതുപോലെ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു, അല്ലാണ്ട് പുള്ളി അതിൻ്റെ അകത്ത് കാര്യമായി ഒന്നും ചെയ്തില്ല. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവാനുള്ള കാര്യം നടന്നത് ഈ ഒരു വീക്കിലാണ്. അതായത് കഴിഞ്ഞ 2 വീക്കിലാണ്. ഈ പെങ്ങളൂട്ടി പാസം, നന്ദന സായി സിജോ കോംബോ ഏറ്റവും അധികം, അതായത് ജാസ്മിൻ ഗബ്രിയുടെ ഒരു കോംബോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചൊരു കോംബോ ആണ് ഈ ഒരു അനിയത്തി കോംബോ. ആ ഒരു കോംബോയിൽ സിജോക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നന്ദന ഓൾറെഡി അതിൽ നിന്ന് എവിക്റ്റായി, സായി ആണെങ്കിൽ പണപ്പെട്ടി എടുത്തിട്ട് പോവുകയും ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു കോംബോയിൽ ബാക്കിയുള്ളത് ആകെ സിജോ മാത്രമാണ്. അപ്പോൾ നാച്ചുറലി പ്രേക്ഷകർ സിജോ എന്നൊരു ക്യാരക്ടർക്ക് വോട്ട് കൊടുക്കാനായിട്ട് ചിന്തിക്കില്ല. അതാണ് സംഭവിച്ചത്. അതായത് ഇതിൽ നമ്മൾ ആർക്ക് വോട്ട് കൊടുക്കുന്നു എന്നുള്ളതിലാണ്. നമ്മൾ സിജോ എന്ന ക്യാരക്ടറിന് വോട്ട് കൊടുക്കാൻ മാത്രം സിജോ ഇതിൻ്റെ അകത്തൊന്നും ചെയ്തില്ല. സിജോക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ളൊരു മൈൻഡ് വരാനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 2 വീക്കിൽ നടന്നത്. ഈ അനിയത്തി പാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, സിജോ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, സിജോ ഇന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഡബിൾ എവിക്ഷൻ വന്നാൽ മാത്രമേ സിജോ പുറത്ത് പോകുള്ളൂ. അപ്പോൾ സിജോ ഇന്ന് എവിക്റ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിജോക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോംബോ തന്നെയാണ്. കാരണം അന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുടെയൊക്കെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് ഈ ഒരു വീക്കിലാണ്. അപ്പോൾ അത് സായി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സായി ആയിരിക്കും ഈ ഒരു ഡേഞ്ചർ പൊസിഷനിൽ വരേണ്ടത്. പക്ഷേ സായി ബുദ്ധിപൂർവ്വം പണപ്പെട്ടി എടുത്ത് പുറത്ത് പോയതുകൊണ്ട് തന്നെ ആ ഒരു ഡേഞ്ചർ പൊസിഷനിലോട്ട് വന്ന് നിൽക്കുന്നത് സിജോ ആണ്. പിന്നെ പറയേണ്ടത് ജിൻഡോൻ്റെ കാര്യമാണ്. ഡേ 1 മുതൽ ഇന്ന് വരെ ഫാൻസിൻ്റെ സപ്പോർട്ടിൽ ഒരു തരത്തിൽ ഇതുവരായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയണം. കാരണം ജിൻഡോ എന്നുള്ളൊരു വ്യക്തികൾ അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് മാത്രമാണ് സീസൺ 6 പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണലി ഞാനത് കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഷോ നിർത്തി പോയത്. ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോയെ ഒരു തരത്തിൽ സ്ക്രീൻ സ്പേസ് കൊടുക്കാണ്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജിൻഡോക്ക് സത്യം പറഞ്ഞാൽ വയ്യ. അത് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ജിൻഡോ പുറത്തിറങ്ങിയാൽ നമുക്ക് കറക്റ്റ്. കാരണം ആദ്യത്തെ ഒരു വീക്കിലൊക്കെ ജിൻഡോ നിന്നിരുന്ന പവറും ആ ഒരു എനർജി ജിൻഡോക്ക് ഇപ്പോൾ ഇല്ല. ജിൻഡോ മെഡിക്കലി എല്ലാത്തിൻ്റെ വീക്കായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ജിൻഡോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്നൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇതേപോലെ വീക്കായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളില്ലാണ്ട് പുള്ളി അതുപോലെ വീക്കാവില്ല. കാരണം വയ്യാണ്ടായി എന്നുള്ള രീതിയിൽ തന്നെ ഒരു അല്ലാണ്ടൊരു പ്രായമായ ഒരാളുടെ പോലെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ജിൻഡോയെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ പിന്നെ മെഡിസിൻ കൊടുക്കുന്ന ഇഷ്യൂവും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലാലേട്ടൻ വരെ വന്നിട്ട് ജിൻഡോൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ജിൻഡോക്കെതിരെ വൻ കളികൾ നടക്കുന്നുണ്ടുള്ള കാര്യം വിസിബിളാണ്. ഈ മറ്റു ടീമുകളുടെ ഫാൻസൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ജിൻഡോക്കെതിരെ, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ക്രൂ ആയാലും പുറത്ത് മറ്റു ടീമുകളുടെ PR ആയാലും എല്ലാവരും ജിൻഡോക്കെതിരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ കണ്ടസ്റ്റൻറ്റുകളും ജിൻഡോയെ പറ്റി ഇത്ര നെഗറ്റീവ്, അതായത് ഓരോ ഇൻ്റർവ്യൂവിൽ പോയിരുന്നിട്ടും ജിൻഡോയെ പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ അവർക്ക് നെഗറ്റീവുകൾ പറയാൻ മാത്രം. എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് ഇത്ര സപ്പോർട്ട് വന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി, അവരെന്തുകൊണ്ട് പുറത്തായി എന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഫാമിലി ഓഡിയൻസിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു ആളെന്ന് പറഞ്ഞാൽ ജിൻഡോ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും പുറത്തിറങ്ങുന്ന ആളുകൾ ഇൻക്ലൂഡിങ് സായി വരെ സർപ്രൈസിങ് ആയിപ്പോയി. പുറത്ത് വന്നിട്ട് സായിയുടെ ഭാഗത്തു നിന്നൊക്കെ ഞാനിങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല. സായി വരെ ജിൻഡോക്ക് എതിരായി സംസാരിക്കുന്ന രീതിയിലാണ്. റസ്മിൻ, അപ്സര ഇവരെല്ലാവരും ജിൻഡോക്കെതിരെ ശക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് പോലും ജിൻഡോ ഇപ്പോഴും പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ഒന്നാം
നമ്പറിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വോട്ടിങ്ങിൻ്റെ ബേസിൽ ജിൻഡോ ആണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരാളെയും താർക്കാണ്ട് നിൽക്കുന്ന ഒരാൾ ജിൻഡോ ആണ്. ആ ഒരു സപ്പോർട്ട് പുള്ളി നേടിയെടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ഇനി കാര്യമായ എഫോർട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ സപ്പോർട്ട് പുള്ളിക്ക് കൺഫേംഡ് ആണ്. പുള്ളിയെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. പിന്നെ ഒരു കപ്പിലോട്ട് പുള്ളി എത്തിയാൽ അതിൽ ബിഗ് ബോസിൻ്റെ ക്രൂ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വിശ്വാസം പോയി. ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയോടുള്ള വിശ്വാസം ഇപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ജിൻഡോ കപ്പടിക്കില്ല എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ ഡൗട്ടാണ്. പ്രേക്ഷകരുടെ വോട്ടിൻ്റെ ബേസിൽ മാത്രമാണ് മുന്നോട്ട് കപ്പ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായും ജിൻഡോ കപ്പടിക്കും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അർജുൻ്റെ ഒരു കാര്യമാണ്. അതും ഇതുപോലെ സിജോ എവിക്റ്റ് ആവാനുള്ള ഒരു റീസൺ വലിയൊരു കാരണം കോമൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ വോട്ട് കംപ്ലീറ്റ് ഈ ഒരു വീക്ക് അർജുനിലോട്ട് പോയിട്ടുണ്ടാവും. കാരണം അർജുൻ അസാധ്യ പെർഫോമൻസാണ് ഈ വീക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മാതിരി പെർഫോമൻസ്, അതായത് നല്ല രീതിയിൽ നമ്മുടെ അർജുൻ ഈ ഒരു വീക്ക് ഗ്രാഫ് കയറ്റിയിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ പുള്ളി കയറ്റിയിട്ടുണ്ട്. ഫൈനലിലോട്ട് വന്നതിൻ്റെ ഒരു പവർ ഈ വീക്കിൽ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ബാക്കി എല്ലാവരും ഒരുമാതിരി ലൈവൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഓരോ മൂലക്ക് പോയിരുന്നു പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും മാത്രമേ ഉള്ളൂ. അഭിഷേക് ഋഷി കോംബോ പിടിച്ചിട്ട് നല്ല രീതിയിൽ വെറുപ്പിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ലൈവിലടക്കം കാണാറുണ്ട്. അഭിഷേക് നല്ല പ്ലെയറാണ്. പക്ഷേ ഈ കോംബോ പിടിച്ച് പോയിട്ട് പ്ലാനിങ്ങുകൾ ചെയ്യുന്നത്, അതായത് ഇവർക്ക് ആർക്കും മൈൻഡ് ഗെയിം കളിക്കാൻ അറിയില്ല. ആ ഒരു കാര്യത്തിലാണ് ജിൻഡോ തൻ്റെ പ്ലാനുകൾ പുറത്ത് പറയില്ല. പുറത്ത് പറയുന്ന പ്ലാനുകൾ പുള്ളിയിൽ ചെയ്യാറില്ല. പുള്ളി വേറെ ലെവലിൽ മൈൻഡ് ഗെയിമുകൾ ഇറക്കുന്നത്. പുള്ളി ഒരു തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജിൻഡോക്ക് കൊടുത്തിട്ടുള്ള ടാഗ് തന്നെ അൺപ്രെഡിക്റ്റബിൾ പ്ലെയർ എന്നാണ്. പുള്ളി പറയുന്നതല്ല അതിനകത്ത് ചെയ്യുന്നത്. പുള്ളി കളിക്കുന്നത് മൈൻഡ് ഗെയിമാണ്. അത് പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റുകൾ ഈ അഭിഷേക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ മൂലക്ക് പോയിരുന്നു വൻ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും കാര്യങ്ങളാണ്. പക്ഷേ കാര്യങ്ങളൊന്നും അതിൽ എഫോർട്ടിലോട്ട് എത്തുന്നില്ല എന്ന് തന്നെ പറയണം. ടാസ്കുകൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടെന്നല്ലാണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ ഗ്രാഫും ഡൗൺ തന്നെയാണ്. പക്ഷേ കപ്പാസിറ്റി ഉള്ള പ്ലെയർ ആയിരുന്നു. എന്തുകൊണ്ടോ മികച്ച് മുന്നേറി വരാൻ പറ്റിയില്ല എന്ന് തന്നെ പറയണം. ഡേ 1 മുതൽ അഭിഷേക് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഗ്രാഫ് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷനിലൂടെയാണ് അഭിഷേകം പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ഗ്രാഫ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ഇനി വരാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ജിൻഡോ, പിന്നെ അർജുൻ, പിന്നെ ജാസ്മിൻ എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അമ്മാതിരി സപ്പോർട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ജാസ്മിൻ ഉണ്ട്. അപ്പോൾ ജാസ്മിൻ എങ്ങനെ വന്നാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് ഡൗട്ട്. അപ്പോൾ സിജോ പോയി, ഇനിയിപ്പോൾ ഋഷി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു ടോപ്പ് 5 ആയിക്കുള്ള വീക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് എപ്പിസോഡ് കണ്ടതിന് സംസാരിക്കാം. അതുവരെ ബൈ.